ഓപ്പോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പോ A11k. ഇത് വരുന്നത് 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A11k എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഓപ്പോ A11k വരുന്നത് 6.22 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നത് ഒരു നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും നമുക്ക് HD റെസൊല്യൂഷൻ തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 19:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിന് ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ചെയ്യാനുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡി ഒന്നും ലഭിക്കാറില്ല. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ 3D ഫ്ലോയിങ് ഗ്ലേസ് എന്നുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 165 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.3 mm ആണ്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ആണ് വരുന്നത്, ഡീപ് ബ്ലൂ പിന്നെ സിൽവർ ഫ്ലോയിങ്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G70 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഓഫ്ലൈൻ ഫോണാണ്. സാധാരണ ഓഫ്ലൈൻ ഫോണുകളിൽ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ലഭിക്കാറില്ല. അത് വെച്ച് നോക്കുമ്പം ഇത് തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന ഫോണോ അല്ലെങ്കിൽ ഗെയിമിങ്ങിന് പറ്റിയിട്ടുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓൺലൈൻ ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഫോണിൽ 2 GB റാം ആണ് വരുന്നത്, 32 GB ഇന്റേണലും വരുന്നുണ്ട്. ഈ ഫോണിൽ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോണുകളിലും ഈ ഒരു സ്റ്റോറേജ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഡയറാക്ട് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 9.5 ബേസ് ചെയ്തിട്ടുള്ള കളർ OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കായിരുന്നു. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4230 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. 10 വാട്ടിൻ്റെ ചാർജറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സ്പെസിഫിക്കേഷനെ കേട്ടപ്പം ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ഒരു ഫോണും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ലോഞ്ച് ചെയ്ത ഓപ്പോ A12 എന്നുള്ള ഫോൺ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്. സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ 2 GB റാം വെർഷനാണ്, എന്നാൽ ഓപ്പോ A12 3 GB റാം വെർഷനാണ്. സത്യത്തിൽ ഓപ്പോക്ക് ഇങ്ങനെ പുതിയൊരു പേരിട്ടിട്ട് ഒരു ഫോൺ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഓപ്പോ A12ൻ്റെ ഒരു 2 GB റാം വെർഷൻ ലോഞ്ച് ചെയ്താൽ മതിയായിരുന്നു. ഈ ഫോണിൻ്റെ വില വരുന്നത് 8990 രൂപയാണ്. പിന്നെ SBIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ക്യാഷ് ബാക്ക് ലഭിക്കും. ഇത് ഓഫ്ലൈൻ ഫോണാണ്. പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കും. പിന്നെ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓഫ്ലൈൻ സെഗ്മെൻറ്റിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഫോണാണ് ഓപ്പോ A11k. എന്നാൽ ഓൺലൈൻ സെഗ്മെൻറ്റിൻ്റെ കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ നമുക്ക് ഓൺലൈനിൽ വേറെ ലഭിക്കും. പിന്നെ ഇപ്പം പലർക്കും വേണ്ടത് നോൺ ചൈനീസ് ഫോണുകളാണ്. അങ്ങനെയുള്ളവർക്ക് സാംസങ് M01 എന്ന ഫോൺ നോക്കാവുന്നതാണ്. പക്ഷേ ആ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല. ഫിംഗർ പ്രിന്റ് സെൻസർ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് A10s എന്ന ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ 2 ഫോണുകളും ബെസ്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പം 10,000 രൂപയ്ക്ക് താഴെ അധികം നോൺ ചൈനീസ് ഫോണുകൾ ഇറങ്ങുന്നില്ല. അപ്പം ഓപ്ഷൻസ് കുറവാണ്. പിന്നെ വരുന്നൊരു ഓപ്ഷന് Asus Zenfone Max Pro M1 എന്ന ഫോണാണ്. പക്ഷേ ഇത് കുറച്ച് പഴയ ഫോണാണ്. പിന്നെ കുറച്ച് പഴയ ഡിസൈനുമാണ് വരുന്നത്. പക്ഷേ ഓപ്പോ A11k പിന്നെ ഈ സാംസങ്ങിൻ്റെ ഫോണുകളെക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഈ ഫോണിൽ നമുക്ക് ലഭിക്കും.